ഇതാ നോക്ക്, മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളുടെ അജണ്ടയാണ്, മരണത്തെക്കുറിച്ച് പോലും രാഷ്ട്രീയമായി സംസാരിക്കരുതെന്നൊക്കെ നമ്മളൊക്കെ പറയുമ്പോഴും BJPയുടെ അധ്യക്ഷൻ പറഞ്ഞത് ഇതൊക്കെയാണ്. താങ്കൾ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണോ BJP ഇതിനകത്തൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം എന്ന് സൂചിപ്പിച്ചത്? നോക്കൂ, ഇതിപ്പോൾ ഒരുവിധപ്പെട്ട പാർട്ടികളൊക്കെ ഇൻട്രോസ്പെക്ഷൻ നടത്തണമെന്ന് ഞാൻ പറയുള്ളൂ. പണ്ട് ഒരു കേസ് എന്തായിരുന്നു പുള്ളിക്കാരൻ്റെ പേര് ബാബു എന്ന് പറയുന്ന, ഈ പറയുന്ന നമ്മുടെ പത്തനംതിട്ടയിലൊരു വിഷയമാണ്. അന്ന് CPMൻ്റെ ചില നേതാക്കൾ ഇയാളെ ഹറാസ് ചെയ്യുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് 20 ലക്ഷത്തോളം ഇയാളുടെ നിന്ന് ഫണ്ട് പിരിച്ചെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ അതിന് എന്ത് ഇൻട്രോസ്പെക്ഷനാണ് CPM നടത്തിയത് എനിക്കറിയില്ല. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയപരമായി ചിന്തിക്കാനാണെങ്കിൽ അങ്ങ് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് ആയിരിക്കാം, രാജീവ് ചന്ദ്രശേഖറിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അൾട്ടിമേറ്റ്ലി വരുന്നത് കേരളത്തിലേക്കാണ്. കേരളത്തിലെ BJPയുടെ ഡൈനാമിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ടാലൻറ്റിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി അല്ല അവർ. അത് ഓപ്പണായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. BJP വിമർശിക്കാം, അല്ലെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന BJPയുടെ ഉള്ളിൽ നിന്നുള്ള നേതാക്കൾ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ചെയ്യുന്നില്ലേ BJPക്കെതിരെ എത്ര വലിയ ക്യാമ്പയിൻസ് BJPക്കാർ തന്നെ ചെയ്യുമ്പോൾ അതിനർത്ഥം BJPയുടെ ഒരു ഫൗണ്ടേഷണൽ സ്ട്രക്ചർ, പ്രത്യേകിച്ച് കേരളത്തിലെ, അതത്ര ഈ പറഞ്ഞ പോലെ ടാലൻറ്റ് സപ്പോർട്ടിംഗ് അല്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഈ പറയുന്ന ചില ആളുകൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുന്നത് വെച്ചാൽ അവർ ഫുൾ ടൈം കമ്മിറ്റഡ് ആണ് ഈ പാർട്ടിയിൽ, അല്ലെങ്കിൽ അവർ ഫുൾ ടൈം കമ്മിറ്റഡ് ആണ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ. അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞൊരു പോയിന്റ് എത്തുമ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, എല്ലാ കാലത്തും മത്സരിക്കുന്ന ചില ആൾക്കാർ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഈ ചില മണ്ഡലങ്ങളൊക്കെ എടുത്ത് നോക്കാം നിങ്ങൾക്ക്. BJPയുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് വടകരയോ അല്ല അങ്ങനെ ഏത് സ്ഥലങ്ങളൊക്കെ പറയണം, അവിടെയൊക്കെ സ്ഥിരം മത്സരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ തന്നെ മത്സരിക്കും. അതിപ്പോൾ ഏത് ആൾ വന്നിട്ടും കാര്യമില്ല, അതിപ്പോൾ ഏത് എന്താ പറയുക പുതിയ ആൾ വന്നിട്ടും കാര്യമില്ല, ഏത് എന്താ പറയുക ടെക്നോക്രാറ്റ് വന്നിട്ടും കാര്യമില്ല, ഒന്നും തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാലും രാജീവ് ചന്ദ്രശേഖർ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായി മാറി. വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എല്ലാം മാറ്റിമറിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒന്നും നടന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് മറ്റൊരു സുരേന്ദ്രനായി മാറി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ സിസ്റ്റം, എക്സിസ്റ്റിംഗ് സിസ്റ്റവുമായിട്ട് അങ്ങ് അഡോപ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ അഡാപ്റ്റ് ആയി പോയി. അപ്പോൾ അതാണ് അതിലുള്ള ഏറ്റവും വലിയ ദുരന്തം, ജീവൻ പൊലിയുന്നതാണ്. ഈ സാധാരണ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിന് യോജിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റ് പാർട്ടികളിലൊക്കെ താങ്കൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും എങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇതാ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നു. തിരുമല അനിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? ചോദ്യങ്ങളോട് എങ്ങനെയാണ് ആ പാർട്ടി പ്രതികരിച്ചത്? ഇതാ ഇപ്പോൾ ഈ ആനന്ദിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ശാലിനിയുടെ കാര്യത്തിൽ ആത്മഹത്യാ ശ്രമം വന്നപ്പോൾ നേതാക്കൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് നോക്കുക, അവർ സ്ഥാനാർത്ഥിയാകേണ്ടതായിരുന്നു എന്നാണ്, എന്തോ അതായില്ല. ഇതൊക്കെ അവിടെ അപ്പോൾ ഗ്രൂപ്പിൻ്റെ പ്രശ്നമാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും കാര്യങ്ങൾ മാറുന്നില്ല എന്നല്ല, വലിയ രീതിയിൽ അത് അഗ്രവേറ്റ് ചെയ്തിരിക്കുന്നു, അതല്ലേ പറയേണ്ടത്? അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്നല്ല, ഇവിടെ ഇപ്പം സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്നിട്ട് സംസ്ഥാന അധ്യക്ഷനാവുകയാണെങ്കിൽ പോലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടത് മറ്റൊരു രീതിയിലാണ്. കാരണം ഇതൊരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൻ്റെ ഭാഗമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇതിനു മുമ്പും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഇത് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനു മുമ്പും ഇങ്ങനത്തെ പല ഭീഷണികളും വന്നിട്ടുണ്ട്, ആത്മഹത്യാ ഭീഷണികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കരിവാരിത്തേക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആളുകൾക്ക് ഇത്രയധികം പ്രതീക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്രയധികം ഒരു ഓർഗനൈസേഷനുമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എങ്ങനെ എത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം ഓക്യുപ്പേഷനായിട്ട് ഞാൻ കാണുന്നില്ല. അൺലെസ് യു ആർ എൻ ഇലക്റ്റഡ് മെമ്പർ, MLA MP അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാം. പക്ഷേ നിങ്ങളുടെ ഇൻകമിൻ്റെ ഒരു സോഴ്സായി കണ്ടുകൊണ്ടാണ് നിങ്ങളിതിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും, BJPക്കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, കാരണം ഇവരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ആണെങ്കിൽ പോളിറ്റിക്സ് ഇസ് നോട്ട് ദ ഫീൽഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ എത്രയോ കാലം, ഞാൻ ഇപ്പോൾ 2015 എന്നെ നരേന്ദ്രമോദി ആദരിച്ചത്. അന്ന് മുതൽക്ക് ഞാൻ ആക്റ്റീവായിട്ട് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിലൊക്കെ തന്നെ ഉണ്ട്. ഞാൻ മൈഗവിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ചെന്നിട്ട് പല ആളുകളുടെയും പ്രശ്നത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു ജോലി അവിടെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സിനെ ഒരു സ്ഥിരം വരുമാനം, തിരുമല അനിലാണെങ്കിലും ആനന്ദ് കെ തമ്പിയാണെങ്കിലും അല്ലെങ്കിൽ പീഡനത്തിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്ത RSSൽ പ്രവർത്തിച്ചിരുന്ന ആൾ, RSSനെ കുറിച്ച് അവസാനം അദ്ദേഹം എന്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടാണ്. ഇവരൊക്കെ ആണെങ്കിലും ഇവരൊന്നും സാമ്പത്തികമായി ലാഭം മോഹിച്ച് ഇതിലേക്ക് കടന്നു വന്നവരായി നമുക്ക് കാണാൻ പറ്റില്ല. അവരൊക്കെ അല്ല, സാമ്പത്തികം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്.
ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് സാമ്പത്തികം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളാണ്. ചില ആളുകൾക്ക് അധികാരമായിരിക്കാം, ചില ആളുകൾക്ക് സാമ്പത്തികമായിരിക്കാം, ചില ആളുകൾക്ക് മറ്റ് പലതുമായിരിക്കാം. പക്ഷേ ഇത്രയധികം ഒരു ഓർഗനൈസേഷനുമായി നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്. ഇപ്പം ഞാൻ താങ്കളോട് ഒരു ഉദാഹരണം ചോദിക്കട്ടെ. കൈരളിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ എനിക്കറിയില്ല. എന്താ ന്യൂസ് എഡിറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂസ് ആങ്കർ ആയിട്ട് കണ്ടാൽ മതി ഈ പരിപാടി. ഓക്കെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രൊമോഷൻ എന്തായിരിക്കും? അല്ല, സാധാരണ രീതിയിൽ എഡിറ്റർ ഉണ്ടാവും, സാധാരണ ഡെപ്യൂട്ടി എഡിറ്റർ ഉണ്ടാവും, അതിന് മുകളിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉണ്ടാവും, അതിന് മുകളിലേക്ക് ഡയറക്ടർ ഉണ്ടാവും. അതെ. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിയില്ല. താങ്കളുടെ ഏതൊരു കലീഗാണ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നെങ്കിൽ താങ്കൾ പോയിട്ട് ആത്മഹത്യ ചെയ്യൂ? ഇല്ലല്ലോ. അതിന് ഇനിയിപ്പോൾ താങ്കൾ അങ്ങനെ ചെയ്താൽ കൈരളി നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിലിന്റെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമമുണ്ട്. അതനുസരിച്ച് കൃത്യമായി അവിടെ നമ്മുടെ പെർഫോമൻസുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ഉണ്ടാകും. അതില്ലെങ്കിൽ നമുക്ക് അതിനുള്ള വേദികളിൽ അത് പരാതിപ്പെടാം. അതനുസരിച്ച് കൃത്യമായി നടക്കും. ഇത് പാർട്ടിയിൽ പക്ഷേ അങ്ങനെ നടക്കുന്നില്ല, BJP-യിൽ അങ്ങനെ നടക്കുന്നില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് ബേസ്ഡ് ഒരു ലെവലിൽ അവർക്ക് എത്രത്തോളം അത് ബോധ്യപ്പെടുന്നു, അവരുടെ പെർഫോമൻസ് പോരായിരുന്നു എന്ന കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടോ ഈ പാർട്ടി, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി ഒരു അവസരം ഞങ്ങൾ മുന്നോട്ട് തരാം, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഈ പാർട്ടി, ഏത് പാർട്ടിയാണെങ്കിലും BJP ആയിക്കോട്ടെ മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസിന്റെ ബേസിസിലാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ മത്സരിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നതെങ്കിൽ ആ പെർഫോമൻസിന്റെ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ള അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് ഏതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ഒരു ഉത്തരവാദിത്തമാണ്.